ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ സെയിൽ ചെയ്യുന്ന കട്ട്ലേറ്റും അതിൻ്റെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ കേട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫാമിലീസിനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിതാ ഇങ്ങനെ 2 കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഈ കുക്കറിന് ആ വലിയ കുക്കറില്ലേ അതിൻ്റെ പാകത്തിനാണ് മഞ്ഞ പാത്രത്തിലുള്ള ആ ഉള്ളി, അതിൻ്റെ ഒരു പാകത്തിനാണ്. ആ പാത്രം ഫുള്ളിടും, പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ചിക്കൻ പൊരിച്ചിട്ടിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ഉള്ളി വഴറ്റാൻ എടുക്കൽ. ചിക്കൻ ആദ്യം ഞാൻ പൊരിച്ച് മാറ്റിയെടുത്തു. അതിലേക്ക് തന്നെയാണ് ഉള്ളി കുറച്ച് ഉപ്പും ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റുമ്പോൾ കുറച്ച് ഓയിൽ മതി, അധികമൊന്നും ആവണ്ട, കുറച്ച് ഓയിൽ മതി. എന്നിട്ട് നല്ല നെരിയിച്ച പോലെ ഇതൊന്ന് വാട്ടിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഞാൻ നല്ലവണ്ണം കഴുകിയിട്ട് ക്രഷ് ചെയ്തിടില്ല, അതായത് തൊലിയോടുക്കിടലാണ്. വല്ലാതെ പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും മസ്റ്റായിട്ട് ചേർക്കണം. ഒന്നെങ്കിലും നിർബന്ധമായിട്ട് ചേർക്കണം. ഞാൻ സെയിൽ ചെയ്യുന്ന ഇതിലേക്ക് അധികം ഞാൻ മല്ലിച്ചപ്പ് ഇടലുണ്ട്, കുറച്ച് കരിവേപ്പില ഇടലുണ്ട്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല. നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ടൈം കാണിച്ചു തന്നില്ല ആ ഒരു മഞ്ഞ പാത്രം, ആ ഒരു പാത്രത്തിന് ഞാനൊരു 4.5 സ്പൂണ് വരെ ഇടലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു 7 സ്പൂണ് ചിക്കൻ മസാല, ഒരു 4 സ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി കേട്ടോ, അധികം ഓവർ കുത്തെടുക്കുന്ന രീതിയിൽ എടുക്കരുത്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് ചിക്കൻ മസാല കുറവായപ്പോൾ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് എടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ഇപ്പം ചിക്കൻ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതേ അടുപ്പത്ത് മറ്റേതിൽ കുറച്ചേ ഉള്ളൂ, അപ്പോൾ ഇത് വേവാനായിരിക്കും സമയം എടുക്കുക. അപ്പോൾ ഇതിൽ കണ്ടോ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 8-5 മതി. അപ്പോൾ ഇതും ഒന്ന് വേവിക്കാനായി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്ത് നല്ലവണ്ണം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അതായത് കട്ട കുത്താത്ത രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പൊരിച്ച് വെച്ച ചിക്കനില്ലേ അതൊന്ന് ക്രഷ് ചെയ്തിടണം. നിങ്ങൾക്ക് അതായത് നമ്മൾ ആ മസാല ഇട്ടില്ലേ അപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. പക്ഷെ നമ്മൾ ഇതാണ് കേട്ടോ രണ്ടാമത്തെ ട്രിക്സ്. ഫസ്റ്റത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുക്കരുത്. രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യുമ്പോൾ എപ്പോഴായാലും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചിക്കന് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ എങ്ങനെയായാലും കാണൂല. പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ലാഭം കിട്ടത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കൂലേ, ആ സമയത്ത് ഉരുളകളാക്കി ചെയ്യുന്ന സമയത്ത് മേലോടെ കുറച്ച് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. അതെല്ലാം നമ്മൾ അത്രയ്ക്കും കുറച്ച് പിന്നെ നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സിനനുസരിച്ച് ഇരിക്കും കേട്ടോ ഓരോതും. പക്ഷെ അങ്ങനെ ചേർക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് ഒരുപാട് വെക്കാൻ പറ്റും. എന്നാലോ ഇതിലേക്ക് ഇടുമ്പോൾ കുറേശ്ശെ ആവാനേ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ കട്ട്ലേറ്റ് ഒക്കെ ആക്കി എടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഒരു ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ ബോക്സ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത് അതിൻ്റെ 1.5 മണിക്കൂർ മുന്നേ നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിൽ കുഴപ്പമില്ല, ഒരു 1.5 മണിക്കൂർ, ഫ്രീസറിലാണെങ്കിൽ 1/2 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. ഇതാണ് സെക്കൻഡ് ട്രിക്ക്. പിന്നെ മൂന്നാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ പൊരിക്കാനെടുക്കുമ്പോൾ നമ്മൾ ഇത് ഓരോന്നും പിന്നീടും ആ സമയത്ത് പൊരിക്കുന്ന സമയത്ത് ഒന്നും കൂടി റസ്ക് പൊടിയിൽ മുക്കിയിട്ട് വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഈ പൊട്ടൽ കുറേ കൈ കിട്ടും. പിന്നെ പൊട്ടിക്കാണ്ട് മസാലയ്ക്ക് പുറത്തേക്ക് വരിക, അതിൽ നിന്ന് ഒരുപാട് ആക്കം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മെഷീനിലാണ് പൊരിച്ചെടുക്കാറ്. അപ്പോൾ ഞാൻ 6 എണ്ണമാണ് ഒരു ട്രിപ്പിൽ പൊരിക്കാൻ പറ്റുക. ഇങ്ങനത്തെ 2 കൊട്ടയുണ്ട്, അപ്പോൾ ഒന്നാകുമ്പോൾ ഒന്നങ്ങനെ വെച്ചെടുക്കും. അപ്പോൾ നിങ്ങൾ കണ്ടോ നല്ല ക്രിസ്പിൽ കിട്ടും ഇതിൽ പൊരിക്കുമ്പോൾ, വല്ലാതെ എണ്ണ പിടിക്കത്തുമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് മാറ്റി ചെയ്യാറാണ് ഞാൻ പതിവ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ റസ്ക് പൊടിയിൽ മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോ നല്ല അടിപൊളി കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം അവർക്ക് കൊടുക്കുന്ന പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്. അവർക്ക് ഇങ്ങനൊരു നമ്മളെന്താ വെച്ചാൽ
എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ സെയിൽ ചെയ്യുമ്പോൾ പാത്രം കറക്റ്റായിരിക്കണം. ഇത് കണ്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ ഇത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് തന്നെ പോവും. അപ്പോൾ ഇതാ ഞാൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ് കട്ട്ലേറ്റിൻ്റെ ഈ റെസിപ്പി. നിങ്ങൾ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് ഉൾപ്പെടുത്തി നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. മസ്റ്റായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ എന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റായാൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. അപ്പം ഒന്നുകൂടി പറയുകയാണ്, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാതാണ് കാണുന്നത്, പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.